മോളൂസേ, നീ എന്റെ മോനൂസാടാ. സ്നേഹിക്കുന്നൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. എല്ലാം പൊട്ട്. ഇതിപ്പോ പൊട്ടിയന്റെ ചെലവ്. ഇനിയിപ്പൊ കെട്ടിയന്റെ ചെലവ് വേറെ തന്നെ കേട്ടോ മോളൂസേ. എടാ ഇങ്ങനെ അടിച്ചപ്പോ ഉമ്ര പോയിപ്പോടാ. അതടി കൊണ്ടുവന്ന് അതാടെ വെക്കടാ. ഒരു പെഗുടാ എന്റെ സാധനം ഞാൻ ആരി കൊടുക്കേണ്ട ഞാൻ തീരുമാനിക്കും. അതേടാ, നീ കള്ളും തരൂല, വേണുമായിട്ട വെള്ളവും തരൂല, രണ്ടും കണക്കാ. പക്ഷെ ഉമേശം കുടിക്കൂടാ. ഉമേശ കളം ജീവന് തുല്യ സ്നേഹിച്ചു ഞാൻ ചെയ്ത് തെറ്റാ. മതി മതി. ആരാ അത്? മോളൂസാ? എന്താടാ ഈ അസമയത്ത് ഇവിടെ? ചിന്നുവിന്റെ കാലാലോചിക്കുമ്പോ ചത്താ മതി തോന്നുവേട്ട. അതിന് ഈ കിരട്ടി ചാടിച്ചാവാനോ? ചാവാനുള്ള ധൈര്യമൊന്നും എനക്കില്ല. എന്നാലും ട്രൈ ചെയ്തിട്ട് അതിന്റെ കുറ്റബോധം ഉണ്ടാവട്ടല്ല. നീ വെള്ളം കുടിച്ചിനാ മോളൂസേ? കുറച്ച്. മുറ്റത്തെ കിണറ്റിൽ വെള്ളം ഇല്ലതിൻ്റെ അഹങ്കാരമാണ് എനിക്കെന്നാണ് ആയിക്കുടിക്കാർ പറയുന്നത്. ഇതിപ്പോൾ എൻ്റെ മോളെ കാര്യമായിപ്പോയി. എനക്ക് ഇങ്ങനെയെല്ലാം ചെയ്താലേ പറ്റുള്ളൂ മോളൂസേ. വേണോട്ടെ എനക്കറിയുന്നതല്ല. ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞോട്ട് ഞാൻ കൂടെ ഉണ്ട്. ഞാനുണ്ട്. ചാവാൻ നടക്കുന്ന നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഓള് മനസ്സറിഞ്ഞിട്ടൊന്നും നിന്നെ സ്നേഹിച്ചിട്ടില്ലടാ എന്ന് എനക്ക് തോന്നിയിട്ടില്ല. ഓൾ അങ്ങനത്തെ ഒരു പെണ്ണാണെങ്കിൽ നിന്നെ ചാടിയിട്ട് വേറൊരു പൈസക്കാരനെ കാണുമ്പോൾ കൂടെ പോവാൻ നിൽക്കുവോ? പ്രേമോ എന്നെല്ലാം പറയുന്നത് ഞാനും തങ്കമണിയും തമ്മിലില്ലാന്ന് നിനക്കറിയോ? 25 കൊല്ലം മുമ്പ് കാട്ടാക്കടയെന്ന് നമ്മുടെ ഗാദിയിലെ ബാലമാസിൻ്റെ ഒക്കെ ഞാൻ ഈ കാസർകോട്ടേക്ക് വരുമ്പോൾ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. ആ ഗാദിയിൽ വെച്ചിട്ടാണ് ഞാൻ തങ്കമണീനെ കാണുന്നത്. വെളുത്ത് മെലിഞ്ഞ് കാതിലും കൗത്തിലും ഒരു തരി പൊന്നില്ലാത്തൊരു പെണ്ണ്. ആ ഇഷ്ടം ബാലമാഷ തന്നെയാണ് തങ്കമണിയുടെ അച്ഛനോട് പോയി പറഞ്ഞത്. ഒരു എതിരും പറയാതെ ആ മനുഷ്യൻ ഞങ്ങളുടെ കല്യാണം നടത്തിത്തരാൻ തയ്യാറായി. പക്ഷേ അത് നടന്നു കാണുന്നതിന് മുമ്പേ ആ പാവം അതോടെ ഒറ്റപ്പെട്ടു പോയ തങ്കമണിയുടെ വീട്ടിലേക്ക് ഒരു താലിമാല പോലും ഇല്ലാതെ ഞാൻ കയറി ചെന്നു. ഓള് മറ്റൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല. വൈകിയാണെങ്കിലും ഞങ്ങൾക്കൊരു മോളുണ്ടായി, ഒരു പെൺകുഞ്ഞല്ലേ. അതിനാണെങ്കിൽ ചെറുപ്പത്തിലെ കാതിൽ പഴുപ്പും എല്ലാം ഒന്ന് ശരിയായി വന്നിട്ടാവുമ്പോ നീ അടക്കം സഹായിച്ചിട്ടല്ലേ മോളൂസേ നമ്മുടെ കമ്മല് മേടിച്ചു കൊടുത്തത്. അതാണെങ്കിൽ ഈ കിണറ്റിലും ഇട്ടിട്ട് കൊതി തീർന്നിട്ടില്ല എൻ്റെ കുഞ്ഞിക്ക്. അത് ഈ കിണറ്റിൽ വെച്ചിട്ട് ഞാൻ എങ്ങനെ കിടന്ന് ഉറങ്ങും മോളൂസേ? നമ്മളെടുക്കും. ആരിറങ്ങിയിട്ടെങ്കിലും ഞാൻ ഇറങ്ങും കിണറ്റിൽ.
എന്തായാലും എനക്കത് എടുത്തു കൊടുക്കണം. നേരം കുറേയായി, നീ പോവാൻ നോക്ക്. ഈ സിറ്റുവേഷനിൽ ഞാൻ എവിടെ പോവും? ഞാൻ ഇവിടെ കടന്നോളാം. എന്നാ